നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, നമ്മൾ ലോക്ക്ഡൌൺ കൃത്യമായ പ്ലാനിങ്ങോടെ ഒരുക്കിയ കെണി. ആരെങ്കിലുണ്ടോ? വാതിലോർക്ക് കരയാതിരിക്കെ. അനാശാസ്യപരമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഗഞ്ചാവിന്റെയും ലഹരി മരുന്നുകളുടെയും വിൽപ്പന കേന്ദ്രമാണിത്. ഇവിടെയാണ് ഡോക്ടറെയും പെൺസുഹൃത്തിനെയും നാട്ടുകാർ അനാശാസ്യത്തിന്റെ പേരിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. പോലീസ് ഉടനെ എത്തുമെന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. പോലീസ് എത്തിയതിനു ശേഷമായിരിക്കും അവരെ പുറത്തു കൊണ്ടുവരുന്നത്. ഈ ടൗണിലെ അതിപ്രശസ്തമായ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെയാണ് നാട്ടുകാർ പൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം പോലീസ് എത്തുന്നതുവരെ. അവരെ പുറത്തെത്തിക്കുമ്പോൾ നാട്ടുകാരുടെ പ്രതികരണം എന്താവുമെന്ന് നമുക്കിപ്പോ പറയാൻ സാധിക്കില്ല. എന്നാലും പോലീസിന്റെ ഇടപെടൽ കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രവൃത്തി തികച്ചും ലജ്ജാവഹം തന്നെയാണ്. കണ്ടല്ലോ മരുമോന്റെ തനി നിറം. ഇനി എന്താണാവോ സണ്ണിൻലോയെ കുറിച്ച് ഫാദറിൻലോയ്ക്ക് പറയാനുള്ളത്? ആദ്യം ഞാനിതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കട്ടെ. എന്തറിയാൻ? അവളുടെ കെയർ ടേക്കർ ആയിരുന്നല്ലോ അങ്ങേര്. ചത്തുപോയ കെട്ടിയവന്റെ സെന്റിമെന്റ്സും പറഞ്ഞ് ഒറ്റക്കൂടാൻ അവളും. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. നീ ഒന്ന് സമാധാനപ്പെടും. കാര്യങ്ങൾ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇനി എന്ത് അന്വേഷിക്കാൻ? ഇത് കണ്ടിട്ടും അയാളുടെ റിയൽ കളർ മനസ്സിലായില്ലേ? സ്വന്തം മകളുടെ റിയൽ കളർ അറിഞ്ഞിട്ടും ഇത്രയും കാലം നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തില്ലേ? എനിക്കൊന്നും അറിയണ്ട. എന്റെ ശരീരം മാത്രമേ പാതി തളർന്നിട്ടുള്ളൂ, മനസ്സിനൊരു തളർച്ചയില്ല. നിരഞ്ജനെ ഞാൻ കണ്ണും പൂട്ടി സംശയിക്കില്ല, ആ പെൺകുട്ടിയെ. അപ്പോ ഞാനാണോ അവളാണോ വലുത്? ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ ഇപ്പോ പ്രസക്തിയില്ല. ഇത് കുടുംബത്തിന് വന്നൊരു അപമാനമാണ്. നീ ആദ്യം ചിന്തിക്ക്, സ്വന്തം ഭർത്താവിന്റെ കൂടെ നിൽക്കണോ അതോ നാട്ടുകാരുടെ കൂടെ നിന്ന് കൈയടിക്കണമെന്ന്? എനിക്കിപ്പോ കൈയടിക്കാനാ തോന്നുന്നത്. നിനക്കങ്ങനെ ചെയ്യാം, അത് നിന്റെ സ്വാതന്ത്ര്യം. പക്ഷേ നീ ഇവിടെ നിന്ന് എത്ര കൊമ്പ് കുലുക്കിയാലും കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചറിയും. ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്താനാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന്റെ പിന്നിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചു എന്ന്. പിന്നെ വിധിയുടെ അവസാന വാചകത്തിന് ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. എഴുതി ഒപ്പിട്ട് പേനയും കുത്തിയൊടിച്ച് കളയും ഞാൻ. പറഞ്ഞ പണി ഏടം വലം നോക്കാതെ പിള്ളേർ ചെയ്തിട്ടുണ്ട്. ഇനിയും കളത്തിലേക്ക് കാക്കയെ കൂടി ഇറക്കാം. ഞാനിപ്പോ പോലീസിനെ വിളിക്കാൻ പോവാ. അവരിപ്പോ വരും. നോക്കിയും കണ്ടൊക്കെ നിന്നോണം. നമസ്കാരം, പോലീസ് കൺട്രോൾ റൂം. അകത്ത് വലിയൊരു ഡോക്ടർ കാമുകയാണെന്നാ കേട്ടത്. അത് ഇറങ്ങി വന്നാ കാണാൻ. എന്തോന്ന് അവര് വഴിയാവുമ്പോ ഇറങ്ങി വന്നോളൂ. അത് ശരിയാ. ആരെങ്കിലും ഉണ്ടോ? ഹലോ, വാതിലോർക്ക്.
ഇവിടേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു. തുടർ നടപടികൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് വേണം? എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? അകത്തൊരു ബെഡ ടീമും രഹസ്യക്കാരിയുമായിട്ട് അവര് രണ്ടിനെ കയ്യോടെ പൊക്കണം. ഓ, ഉത്തരവ്. എനിക്ക് ഓർഡർ ഇടാൻ നീ ആരാടാ? DGPയോ? കൈയോടെ പൊക്കണോ കൈയോടെ തൂക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മാറിക്കണ അങ്ങോട്ട്. ആരാടാ വാതിൽ പൂട്ടിയത്? അറിയില്ല സാറേ. എടാ തുറക്കാൻ. വന്നപ്പോ ഈ പൂട്ടിക്കിട. ഇതിന്റെ താക്കോൽ എവിടെയാടാ? എവിടാ താക്കോല്? അറിയില്ല സാറേ. ആരാടാ എറിഞ്ഞത്? ആരാടാ എറിഞ്ഞത്? മാറിക്കണ അങ്ങോട്ട്. ഓടാതെ നോക്കിക്കോളും, ചിലപ്പോ ചാടി ഓടിക്കളും. എവിടേക്കാണ് പോകുന്നേ? ഒറ്റയണകത്തേക്ക് കയറി പോരുത്. മാറി നിൽക്കണം അങ്ങോട്ട്. മാറി നിൽക്കാൻ പറഞ്ഞു. ഹലോ, കഥ തുറക്കാൻ ആരും ഇല്ല ഇവിടെ. ഹലോ, കഥ തുറക്ക്. ആരെങ്കിലും കഥവും തുറക്കോ? ഹലോ സർ, ഞങ്ങളിവിടെ ട്രാപ്പിൽ പെടുത്തിയതാ. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. ആൾക്കാരെ വരാൻ നോക്കും. മേഡത്തിന്റെ ഭർത്താവ് ഡോക്ടർ നിരഞ്ജനല്ലേ? മേഡം ഇതേപ്പറ്റി 2 വാക്ക്. പോകല്ലേ മേഡം? പോലെ മേഡം, ഞാൻ പറഞ്ഞോ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. മേഡം പ്ലീസ് മേഡം. ഹലോ, അതെ, മനോഹരനാണ്. പോലീസ് സ്റ്റേഷനിൽ കേസ് ദേവികയ്ക്കും. ഞാൻ അന്വേഷിക്കാം, വേണ്ടത് ചെയ്യാം. അല്ല, ഇവിടുത്തെ ദേവിക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹലോ, നിങ്ങളാരാ? ഒരജ്ഞാതൻ. അങ്ങനെ കൂട്ടിയാൽ മതി. എന്തായാലും കാര്യങ്ങൾ വെടുപ്പായി അറിയിച്ചല്ലോ, അതിനൊരു താങ്ക്സ് പറഞ്ഞിട്ട് ഫോൺ വെച്ചേക്ക്. എന്താ പ്രശ്നം? നമ്മുടെ ദേവിക. ദേവികയ്ക്ക് എന്ത് പറ്റി? എന്താടാ, അവൾ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചു വെച്ചോ? നീ കാര്യം പറയടാ. പറയട്ടാ, എന്താ കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. എടാ, എങ്ങോട്ട് പോകുന്നൊന്ന് പറഞ്ഞിട്ട് പോ. നിങ്ങൾ സമാധാനപ്പെട്, ഞാൻ വന്നിട്ട് പറയാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. ഏതൊക്കെ ഓൺലൈൻ ചാനലുകാര് കോലും പിടിച്ചുകൊണ്ട് ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവന്മാരെ തൊട്ടാ പൊള്ളും. ആ, ശരി.